2025 ഓഗസ്റ്റ് 1 നടന്ന കേരള PSCയുടെ HSA മലയാളം റാങ്ക് ലിസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ടു. 29 ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. മറ്റെല്ലാ ജില്ലകളിലെയും എല്ലാ വിഷയത്തിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടും HSA ഫിസിക്കൽ സയൻസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. 2025 ഓഗസ്റ്റ് 6 നടന്ന എക്സാം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതിൽ ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ്. സംസ്ഥാനത്തൊട്ടാകെ 362 ഫിസിക്കൽ സയൻസ് അധ്യാപക തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. നിയമനങ്ങൾ നടക്കാത്തതിനാൽ അതിഥി അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിനു മുൻപ് 2016 വിജ്ഞാപനം വന്നത്. 2020 റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. 2023 റാങ്ക് പട്ടിക റദ്ദായി. കഴിഞ്ഞ 3 വർഷങ്ങളായി നിയമനങ്ങൾ നടന്നിട്ടില്ല. ഫിസിക്കൽ സയൻസ് ഉദ്യോഗാർത്ഥികളുടെ യോഗ്യത സംബന്ധിച്ച കേസാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നത്. 2016 വിജ്ഞാപനത്തിൽ BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി എന്നാണ് യോഗ്യതയിൽ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് എല്ലാവരും അപേക്ഷിച്ചു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് പിന്നീട് പുറത്തിറക്കിയ ഉത്തരവിനെ തുടർന്നാണ് നിയമ നടപടികൾ ഉണ്ടായത്. ഫിസിക്സ് മുഖ്യ വിഷയമായി പഠിച്ചവർ കെമിസ്ട്രി ഉപവിഷയമായും കെമിസ്ട്രി മുഖ്യ വിഷയമായി പഠിച്ചവർ ഫിസിക്സ് ഉപവിഷയമായും പഠിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. ഇതിനെതിരെ കെമിസ്ട്രി മുഖ്യ വിഷയമായി പഠിക്കാത്തവർ കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. ഈ കേസ് തീർപ്പാകാത്തതാണ് അനിശ്ചിതത്വത്തിനു കാരണം. 2020 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം 983 ഉദ്യോഗാർത്ഥികൾക്കാണ് നിയമന ശുപാർശ പോയത്. അതിൽ തിരുവനന്തപുരം 103, കൊല്ലം 80, ആലപ്പുഴ 25, പത്തനംതിട്ട 19, ഇടുക്കി 30, കോട്ടയം 10, എറണാകുളം 25, തൃശൂർ 66, പാലക്കാട് 91, മലപ്പുറം 240, കോഴിക്കോട് 100, വയനാട് 47, കണ്ണൂർ 76, കാസർഗോഡ് 71 എന്നിങ്ങനെയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം 89 ഒഴിവുകളാണ് നിലവിലുള്ളത്. നിലവിലെ ഫിസിക്കൽ സയൻസ് അധ്യാപകരുടെ ഒഴിവുകൾ മലപ്പുറം 89, കാസർഗോഡ് 52, പാലക്കാട് 51, തിരുവനന്തപുരം 33, കോഴിക്കോട് 26, കണ്ണൂർ 24, തൃശൂർ 18, എറണാകുളം 15, വയനാട് 14, കോട്ടയം 13 എന്നിങ്ങനെയാണ്. ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും ആശങ്കയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉചിതമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകേണ്ടതാണ്. എത്രയും പെട്ടെന്ന് HSA ഫിസിക്കൽ സയൻസ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും നിയമനങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്യേണ്ടതാണ്.